ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് നോക്കാം. ഗണിത പ്രശ്ന പരിഹാര ഘട്ടങ്ങൾ ഇതും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. ജോർജ് പോളിയയുടെ പ്രശസ്തമായ പ്രശ്ന പരിഹാര രീതിയാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിനെ സി പ്ലാൻ ഡു ചെക്ക് എന്ന ചുരുക്കത്തിൽ പറയാം. നമ്മൾ പഠിച്ചിരുന്നതാണ് സി പ്ലാൻ ഡു ചെക്ക് എന്നാണ് ചുരുക്കത്തിൽ ഇതിനെ പറയുക. ഗണിത പ്രശ്ന പരിഹാര ഘട്ടങ്ങളാണ്. ജോർജ് പോളിയയുടെയാണ് പ്രശസ്തമായ പ്രശ്ന പരിഹാര രീതി. ആദ്യത്തേതാണ് സി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം ആണ് സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശ്നം മനസ്സിലാക്കുക. പ്രശ്നം എന്താണെന്ന് വ്യക്തമായി ഗ്രഹിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ധാരണ ആർക്കുണ്ടായിരിക്കണം? പ്രശ്ന പരിഹാരകന് ഉണ്ടായിരിക്കണം. പദ്ധതി തയ്യാറാക്കുക, അതാണ് പ്ലാൻ എന്ന് പറയുന്നത്. ഡിസൈൻ എ പ്ലാൻ ഫോർ പ്രോബ്ലം സോൾവിംഗ് ആണ് പ്ലാൻ. സി പ്ലാൻ ഡു ചെക്കില് സി പ്രശ്നം മനസ്സിലാക്കുക എന്നതാണ്. അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം ആണ്. പദ്ധതി തയ്യാറാക്കുക, പ്ലാൻ ചെയ്യുക എന്നാണ്. ഡിസൈൻ എ പ്ലാൻ ഫോർ പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രശ്നം പരിഹരിക്കാൻ എന്ത് മാർഗം സ്വീകരിക്കണമെന്ന് ആസൂത്രണം ചെയ്യുന്നതാണ് പദ്ധതി തയ്യാറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പദ്ധതി നടപ്പിലാക്കുക. ഡു എന്ന് പറയുമ്പോൾ തന്നെ പദ്ധതി നടപ്പിലാക്കുക. ക്യാരി ഔട്ട് ദി പ്ലാൻ ആണ്. തയ്യാറാക്കിയ പദ്ധതി പ്രാവർത്തികമാക്കുക. വെറുതെ പദ്ധതി തയ്യാറാക്കി മാത്രം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളത് പ്രാവർത്തികമാക്കുക എന്നതാണ് അടുത്തതായി വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്കാണ്. ചെക്ക് എന്താണ്? ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുന്നതാണ് ചെക്ക് എന്ന് പറയുന്നത്. പരിഹാരം പരിശോധിക്കുക എന്നതാണ്. ലുക്ക് ബാക്ക് ദി സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ചെക്ക് എന്ന് പറയുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കൽ അല്ലേ? നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും ശരികേടുണ്ടോ, ശരിയായോ തെറ്റുണ്ടോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നതാണ് എന്ത്? ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രശ്നം മനസ്സിലാക്കുക, അതുപോലെ തന്നെ പദ്ധതി തയ്യാറാക്കുക, പദ്ധതി നടപ്പിലാക്കുക, പരിഹാരം പരിശോധിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൽ എന്നൊക്കെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് പ്രശ്ന പരിഹാര ഘട്ടത്തിൽ ഉള്ളത്. സി പ്ലാൻ ഡു ചെക്ക് എന്നാണ് പോകുന്നത്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രശ്നം മനസ്സിലാക്കുക. പ്ലാനോ? പദ്ധതി തയ്യാറാക്കുക. ഡു എന്ന് പറയുമ്പോൾ പദ്ധതി നടപ്പിലാക്കുക. ചെക്ക് എന്ന് പറയുമ്പോൾ പരിശോധനയാണ്. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള വിവിധ തന്ത്രങ്ങളാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. പാറ്റേൺ രൂപീകരിക്കൽ, പാറ്റേൺ കണ്ടെത്തൽ, ആഗമന രീതിയിലൂടെ സത്യം രൂപീകരണം, ഊഹിക്കൽ, പട്ടികപ്പെടുത്തൽ, കാര്യകാരണ ബന്ധം കണ്ടെത്തൽ, ചിത്രീകരണം, ഇതൊക്കെ ഇതിലെ തന്ത്രങ്ങളാണ്. അപ്പൊ പ്രശ്ന പരിഹാര ഘട്ടങ്ങൾ ജോർജ് പോളിയ അല്ലെ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പ്രശ്ന പരിഹാര ഘട്ടങ്ങളില് പ്രധാനപ്പെട്ട 4 ഘട്ടമാണുള്ളത്. സി പ്ലാൻ ഡു ചെക്ക്. അതിൽ സി എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നം മനസ്സിലാക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത്? പ്ലാൻ വരുന്നത്. പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി തയ്യാറാക്കുക എന്നതാണ്. അതിനുശേഷം പദ്ധതി നടപ്പിലാക്കുക, പിന്നീട് പരിശോധിക്കുക. അതുകൂടാതെ ഇതിൽ ചില തന്ത്രങ്ങൾ വരുന്നുണ്ട്. അതാണ് പാറ്റേൺ രൂപീകരണം, പാറ്റേൺ കണ്ടെത്തൽ, ആഗമന രീതിയിലൂടെയുള്ള അന്വേഷണം, പിന്നെ ഊഹിക്കൽ, പട്ടികപ്പെടുത്തൽ, കാര്യകാരണ ബന്ധം കണ്ടെത്തൽ, ചിത്രീകരണം. ഇതൊക്കെ പ്രശ്ന പരിഹാരത്തിനുള്ള തന്ത്രങ്ങളാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ തന്ത്രങ്ങൾ യൂസ് ചെയ്യും? പാറ്റേൺ രൂപീകരിക്കുന്നു, പാറ്റേൺ കണ്ടെത്തുന്നു, ആഗമന രീതി യൂസ് ചെയ്യുന്നു, ഊഹിക്കൽ, പട്ടികപ്പെടുത്തൽ, ചിത്രീകരണം, കാര്യകാരണ ബന്ധം കണ്ടെത്തൽ. ഇതൊക്കെ പ്രശ്ന പരിഹാര ഘട്ടത്തിന്റെ തന്ത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രശ്ന പരിഹാര ഘട്ടങ്ങൾ, പ്രോബ്ലം സോൾവിംഗ് സ്റ്റെപ്സ് ആണ് നോക്കിയത്. ഇതും പരീക്ഷയുമായി ബന്ധപ്പെടുത്തി ഉള്ള ഒരു ക്ലാസ് ആണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്